സാറേ, നമ്മുടെ CPM എന്ന് പറയുന്ന പാർട്ടി അവരുടെ മുന്നണി രാഷ്ട്രീയത്തില് ഇതുവരെ ചെയ്യാത്ത ഒരു ത്യാഗം ചെയ്യാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് അവരുടെ രാജ്യസഭാ സീറ്റ് കൊടുക്കാൻ പോവുകയാണ്. നാളിതുവരെ നമ്മൾ അങ്ങനെ ഒരു ചരിത്രം വളരെ റയറായിട്ട് 2000 എങ്ങാണ്ടോ മറ്റോ ഒരു ചരിത്രം RSPക്ക് കൊടുത്തതായിട്ട് സീറ്റ് കൊടുത്തതായിട്ട് വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് അതിനും മുതിരുകയാണ്. അപ്പൊ അത്രത്തോളം CPMന്റെ അഹങ്കാരം കുറഞ്ഞു. തീർച്ചയായിട്ടും CPM എന്നുള്ള ത്യാഗ മനോഭാവമൊന്നും അല്ല, ഇത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. വാസ്തവത്തിൽ നിലനിൽപ്പിന്റെ പ്രശ്നം തന്നെയാണ്. ഇവിടെ ത്യാഗമൊന്നുമില്ല, നിലനിൽക്കണമെങ്കിൽ ഇത് ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു രീതിയിലേക്ക്, ഒരു താഴ്മയിലേക്ക് CPM പോയിരിക്കുകയാണ്. അതാണ് നമ്മളിവിടെ കാണുന്നത്. CPIക്ക് ഇത് നിരാകരിക്കാൻ അവർ പരമാവധി നോക്കി. പണ്ട് തൊട്ടേ വലിയേട്ടൻ മനോഭാവത്തോടെ അവര് ഈ ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കുന്നത് CPIക്ക് മേലാണ്. കേരള കോൺഗ്രസിനെ കൊണ്ടുവന്നത് തന്നെ അങ്ങനെ CPMനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ്. കാഞ്ഞിരപ്പള്ളി സീറ്റ് അവർക്ക് നഷ്ടപ്പെടുത്തിക്കൊണ്ട് CPIക്ക് കൊടുത്തത്. CPIക്ക് അത് നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് വന്നത്. അന്ന് ഒരു വിധത്തിൽ അങ്ങ് വിധേയനായി. അന്ന് CPI അവരുടെ ആ വിധേയത്വം അങ്ങ് കാണിച്ചു, പതിവായിട്ട് കാണിക്കുന്ന ഒന്ന്. അതിന് അപവാദമായിട്ട് വന്നത് CK ചന്ദ്രപ്പൻ ഇരുന്നപ്പോഴും വെളിയം ഭാർഗവൻ സെക്രട്ടറി ആയിട്ട് ഇരുന്നപ്പോഴും മാത്രം. അല്ലാത്തവരെല്ലാം അങ്ങ് ഇടതുപക്ഷ ഐക്യത്തിന് വേണ്ടി അങ്ങ് ബിനോയ് വിശ്വം നല്ല എഴുത്തുകാരനാണ്. പക്ഷെ അദ്ദേഹം ഇങ്ങനെ ശക്തമായിട്ട് പറയുമോ എന്നുള്ളത് സംശയാസ്പദമാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് CPIക്ക് ഈ സീറ്റ് വിട്ടുകൊടുക്കാൻ സാധ്യതയല്ല. പണ്ട് തോമസ് കാർലൈൽ പറഞ്ഞ പോലെ ഇന്ത്യ സാമ്രാജ്യം നഷ്ടമായാലും ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ ഷേക്സ്പിയറെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു വാചാടോപം നടത്തിയിട്ടുണ്ട്. CPIക്ക് ഈ സീറ്റ് നഷ്ടപ്പെടാൻ സാധ്യമല്ല എന്നൊരു വാണിംഗ് കൊടുത്തതിന്റെ പശ്ചാത്തലത്തിൽ അവര് തമ്മില് ഇപ്പൊ ഉപേക്ഷ ചർച്ച പരാജയപ്പെട്ടു എന്ന് പറഞ്ഞെങ്കിലും ഇപ്പൊ ഈ സീറ്റ് കേരള കോൺഗ്രസ് മാണിക്ക് കൊടുക്കുന്നതിൽ തെറ്റില്ല എന്ന് CPM നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് വാർത്ത വരുന്നത്. പക്ഷെ എങ്കിലും CPIയുടെ മൗന അനുവാദം CPMന് കിട്ടി എന്നാണ് പറയുന്നത്. CPI സമ്മതിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയും പറയുന്നുണ്ട്. അത് നമുക്കറിയില്ല, അന്തർധാരയാണ്, നമുക്കറിയാം, അടിയൊഴുക്കാണ്, നമുക്ക് നേരിട്ട് കാണാൻ പറ്റുകയില്ല. പക്ഷെ ഈ കേരള കോൺഗ്രസ് മാണിക്ക് ഇത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അവരുടെ കോട്ടയായിട്ട് അറിയപ്പെടുന്ന സ്ഥാനമാണ് കോട്ടയം. അവിടെ തോറ്റു തുന്നം പാടിയവര് പിന്നെന്തിനാ അത് കൊടുക്കുന്നത്? അവർക്ക് രാജ്യസഭ MP എന്നൊക്കെ അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നം, അവരുടെ നില. അപ്പൊ ഈ രണ്ട് മാത്രമല്ല, ഇനി ഒരു തിരഞ്ഞെടുപ്പ് വന്നാൽ മധ്യ കേരളത്തിലെ ഇടതുമുന്നണിക്ക് വേറെ വോട്ട് കിട്ടാൻ വശമില്ല. ഇതാണ് അതിന്റെ രാഷ്ട്രീയം, അതിന്റെ വാർത്തയാണ്. ഈ മൂന്ന് പാർട്ടികളുടെയും നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. CPI, CPM, കേരള കോൺഗ്രസ് M, ഈ മൂന്ന് പാർട്ടികളുടെയും നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. നമ്മൾ അതിന് പകരം ഇപ്പൊ സുരേഷ് ഗോപി ഇപ്പൊ രാജിവെക്കും എന്നുള്ള വാർത്തകൾ വിളമ്പിക്കൊണ്ടിരിക്കുക. എന്തോ ഒരു സ്നേഹം സുരേഷ് ഗോപിയോട്. ഇപ്പൊ പണ്ട് അദ്ദേഹം ഒരു പെൺകുട്ടിയോട് തന്റെ കൊച്ചുമകളാകാൻ തോളിൽ കൈവച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഒരു നിസ്സാര കാര്യത്തെ പെരുപ്പിച്ച് അവിടെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു മാധ്യമത്തിന്റെ എഡിറ്റോറിയൽ ബോർഡിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി വാർത്തകൾ മെനഞ്ഞ് ഫ്ലാഷ് ആക്കിയ ചാനലുകൾ ക്രിസ്ത്യൻ വോട്ടിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴാണ്. അല്ലല്ല, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള വലിയൊരു സ്നേഹം സുരേഷ് ഗോപിക്ക് ഇതിലും വലിയ വകുപ്പ് കിട്ടേണ്ടത്. അദ്ദേഹത്തിന് MP സ്ഥാനത്ത് പോലും വരാതെ തോൽപ്പിക്കാൻ വേണ്ടി നോക്കിയവരാണിപ്പോ ഇങ്ങനെ. എന്തൊരു കോമഡിയാണിത്. അല്ലെ, അതിൽ കൂടുതൽ പറയേണ്ട, അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് തിരിച്ചത് മുതൽ അദ്ദേഹം എയർപോർട്ടിൽ എത്തുന്നവരെ പുറകിൽ ക്യാമറയുമായി പോയ ഇവിടുത്തെ പ്രമുഖ ചാനലുകളുണ്ട്. എന്തൊരു സ്നേഹം ഇപ്പൊ വന്നിരിക്കുന്നു. തോൽപ്പിക്കാൻ പരമാവധി നോക്കി ഇങ്ങനെ വിഷയം പെട്ടെന്ന് ഞാൻ പറഞ്ഞത്. അല്ല, ഈ ചാനലുകളായത് ഇപ്പൊ രാജിവെക്കും. അദ്ദേഹം രാജിവെക്കുമെന്നൊന്നും പറഞ്ഞിട്ടില്ല, ഒഴിവാക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതെ സാർ, അങ്ങനെ അപ്പൊ നമ്മള് സുരേഷ് ഗോപി വിഷയത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് സാറ് ചാടിപ്പോയതാണ്. അതാവട്ടെ. എന്നാലും നമ്മൾ ഈ രാജ്യസഭാ സീറ്റിന്റെ ചർച്ചയാണ് നമ്മൾ തുടങ്ങിയത്. അപ്പൊ അതില് ഈ മധ്യ കേരളത്തിൽ ഇടത് സ്വാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് CPIയെ ഒന്ന് പറഞ്ഞു നിർത്തി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് രാജ്യസഭാ സീറ്റ് കൊടുക്കാൻ പോകുന്നത് എന്നാണ് ഒരു ശ്രുതിയുള്ളത്. അപ്പോ രണ്ടാമത് അവർക്ക് ഒരു ക്യാബിനറ്റ് പദവി നൽകാമെന്നായിരുന്നു ആദ്യം ഇവര് തീരുമാനിച്ചിരുന്നത്. അപ്പൊ ഈ ലോക്സഭാ ഇലക്ഷനിൽ തോറ്റ് തുന്നമ്പാടി നിൽക്കുന്ന ഈ ഇടതുമുന്നണി, ഈ സർക്കാർ ഇനി ഒരു ക്യാബിനറ്റ് പദവി കൂടെ ജനങ്ങളെ മുമ്പിൽ ഒരു അധിക ബാധ്യത ആവില്ലേ അങ്ങനെ എടുത്ത് കൊടുത്താൽ? അല്ല, CPI ഒരു ധൈര്യം കൂടി കാണിച്ചു. മുഖ്യമന്ത്രി മാറണം, പിണറായി മാറണം എന്ന് പറഞ്ഞു. അത് മാറാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോ. അല്ല, ഇതിപ്പോ CPI ചിലപ്പോ ഒതുങ്ങിയിട്ടുണ്ടാവാം, CPI പറഞ്ഞിരിക്കാം. പക്ഷെ ഭരണപരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറഞ്ഞ് പണ്ട് VS-നെ ഇവര് ചാക്കിടാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സീറ്റായിരുന്നു. അതുപോലൊരു സീറ്റ് മാണിക്ക് കൊടുക്കാം എന്നൊക്കെ ഇവര് പ്ലാൻ ചെയ്തു. പക്ഷെ ജനം കല്ലെറിയും. കാര്യം ഇപ്പൊ ഈ LDF-ന്റെ LDF സർക്കാരിന്റെ ഭരണം തീർത്തും പരാജയമായിരിക്കുന്ന ഈ ഒരു അവസ്ഥയില്
ഇനി ഒരു ക്യാബിനറ്റ് പദവി കൂടെ വന്നാൽ അത് ജനം സഹിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഇപ്പൊ സ്വയം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി മാണിക്ക് കൊടുക്കാൻ തയ്യാറായി എന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല സ്ട്രാറ്റജിക് ആയിട്ടുള്ള സമീപനമുണ്ട്. കാരണം ഇത് പോകുന്നത് കേരള കോൺഗ്രസ് മാണി ഇപ്പം മാണി സാറിന്റെ സമയത്തെ സ്വാധീനമൊന്നും അതിനില്ല. ഇടതുപക്ഷത്ത് നിന്ന് പോയാൽ എങ്ങോട്ടാ പോകുന്നത്? ബിജെപിയിലേക്ക് പോകില്ല, UDF-ലേക്ക് പോകും. അല്ല സർ, ജോസ് കെ മാണിക്ക് ബിജെപിയിലേക്ക് ക്ഷണമുണ്ടെന്ന് ഇന്നലെ വാർത്ത സ്വീകരിക്കാൻ പോകുന്നില്ല. കാരണം കേരളത്തില് അതൊരു വലിയ കാര്യമൊന്നുമില്ല. വലിയ പക്ഷെ UDF-ലേക്ക് പോയി കഴിഞ്ഞാൽ CPM-ന് വലിയൊരു ഭീഷണിയായിട്ട് മാറും. ഇപ്പൊ തന്നെ വോട്ട് ചെയ്യേണ്ട ന്യൂനപക്ഷ വിഭാഗങ്ങളൊക്കെ BJP-ക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. കേരള കോൺഗ്രസ് വരണമെന്നൊന്നുമില്ല. മധ്യ കേരളത്തിൽ ഇവരിങ്ങനെ വലിയതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇല്ല, അവർക്ക് വോട്ട് ചോർച്ച ഭയങ്കരമായിട്ട് ഉണ്ടാക്കിയത് ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്നാണ്. സുരേഷ് ഗോപി ജയിച്ച തൃശ്ശൂർ ആരുടെ വോട്ടാണ്? അപ്പൊ അങ്ങനെ വരുമ്പോ അത് വലിയ ക്രിസ്ത്യൻ വോട്ടാണത്. അതെ, അപ്പൊ അവർക്ക് വലിയ സ്വാധീനമൊന്നുമില്ല. കാത്തലിക്സിനിടയിലായിരുന്നു അവർക്ക് സ്വാധീനം ഉണ്ടായിരുന്നത്. ആ സ്വാധീനം അവർ പറയുന്ന പോലെ ഒന്നും കേൾക്കാൻ ഇപ്പോ കാത്തലിക് സമുദായം സമൂഹം അവർ തയ്യാറാവുന്നില്ല. അവർ കുറച്ചുകൂടെ വിവേകശാലികളാണ്. കാര്യങ്ങൾ പഠിച്ചിട്ട് ബിഷപ്പ് പാംപ്ലാനിക്കൽ പറഞ്ഞതല്ലേ, നമുക്ക് നിങ്ങൾക്കൊരു MP സ്ഥാനം ഇല്ല എന്നുള്ള വിഷമം ഞങ്ങൾ പരിഹരിച്ചു തരാം. കേരള കോൺഗ്രസിന് അനുവാദം ചോദിച്ചിട്ടൊന്നും അല്ലല്ലോ, അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ BJP-യിലേക്ക് അവർ വന്നില്ലെങ്കിലും വോട്ടുകൾ അവർക്ക് തന്നെ വീഴും. ശരിയായിട്ടുള്ള ക്രിസ്ത്യൻ വോട്ടുകൾ അവർ രാജ്യസഭയിൽ ഒരു ബ്ലോക്കായിട്ട് ഇരിക്കണമെങ്കിൽ മിനിമം ഇത്ര സീറ്റ് വേണമെന്നുണ്ട്. അതുപോലും നഷ്ടപ്പെടുത്തുകയാണ് CPM. അതെ, തമിഴ്നാട്ടിലെ കെയർ ഓഫിൽ കിട്ടിയ 2 സീറ്റുകളും കേരളത്തിൽ നിന്ന് കിട്ടിയ 1, പിന്നെ രാജസ്ഥാനിൽ നിന്ന് ക്ഷേത്രത്തിന് മുമ്പിൽ ദൈവത്തിന് മുമ്പേ എന്ന് പ്രാർത്ഥിച്ച ഒരു CPM സ്ഥാനാർത്ഥിയുടെ വോട്ടും ചേർത്ത് 4 ഉള്ളൂ ലോക്സഭയിൽ. രാജ്യസഭയിലുള്ളവരും കൂടി ഇങ്ങ് പോവുക, കാലാവധി തീർന്നിങ്ങ് പോരുക. അപ്പൊ രാജ്യസഭയിൽ അതും കൂടി വേണ്ടാന്ന് വെച്ച് കഴിയുമ്പോൾ ശരിക്കും AK ബാലൻ പറഞ്ഞ പോലെ മരപ്പട്ടിയുടെയും ഈനാമ്പച്ചയുടെയും ഒക്കെ ചിഹ്നത്തിലേക്ക് പോകും. അവർ ആ ഒരു നഷ്ടം സഹിച്ചുകൊണ്ട് കേരള കോൺഗ്രസിന് കൊടുക്കുക എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഭരണം കൂടി നഷ്ടപ്പെടാതിരിക്കാനും CPI-യുടെ സമ്മർദ്ദം പിണറായി വിജയനെ മാറ്റാൻ വേണ്ടി ഇനി ഉണ്ടാവാതിരിക്കാനും വേണ്ടി സ്വീകരിക്കുന്ന തന്ത്രമാണത്. അതിനാണ് അങ്ങനെ പിണറായി തന്നെ മാറണം, പിണറായിയുടെ ധാർഷ്ട്യം കാരണമാണ് തോറ്റത്, ഇത് ഞങ്ങൾക്ക് പറയാൻ മടിയില്ല, ഇടതുമുന്നണി യോഗത്തിൽ ഇത് പറയും എന്നാണ് CPI കഴിഞ്ഞ ദിവസം യോഗം. ഇതിനകത്തെ കഴിഞ്ഞ ദിവസം C. ദിവാകരൻ എന്ന പാർട്ടിയുടെ CPI-യുടെ ഒരു പഴയ നേതാവ് പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രിയെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല, ഈ ഭരണം മൊത്തത്തിൽ പോക്കാണ് എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. മന്ത്രിസ്ഥാനം കിട്ടാത്തതിൽ അദ്ദേഹത്തിന് അന്നേ നിരാശയുണ്ട്. അത് പരസ്യമായിട്ട് അദ്ദേഹത്തിന് പാർട്ടി പിന്നെ വയസ്സായതിന്റെ പേരിൽ മാറ്റി നിർത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് അതിൽ നിരാശയുണ്ട്. ഇപ്പോഴത്തെ ഭക്ഷ്യമന്ത്രിയെ കുറിച്ച് അദ്ദേഹത്തിന് തൃപ്തിയില്ല. അപ്പൊ അദ്ദേഹത്തിനെ സാർ, അതില് വേറൊരു വസ്തുതയുള്ളത്, കഴിഞ്ഞ ദിവസം CPI-യുടെ സംസ്ഥാന തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നു. അതിൽ ഭക്ഷ്യമന്ത്രി അനിലും പങ്കെടുത്തതാണ്. അപ്പോൾ അതില് ഇവിടെ പന്നിൻ രവീന്ദ്രന് വോട്ട് കുറഞ്ഞതും മറ്റു കാര്യങ്ങളും ഒക്കെ ചർച്ചയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇയാളും കൂടെ ഭക്ഷ്യമന്ത്രി കൂടെ നിൽക്കുന്ന ഒരു വേദിയിലാണ് CPM-ൽ നിന്ന് വോട്ട് പോയ കാര്യം CPI ചർച്ച ചെയ്യുന്നത്. CPI-യുടെ ജില്ലാ എക്സിക്യൂട്ടീവ് തീരുമാനിക്കുന്നു, നിങ്ങൾ LDF-ൽ ഇത് പറയണം എന്ന് CPI-യുടെ ജില്ലാ നേതാക്കള് പറയുകയാണ്. സത്യമാണത്. ഇതുപോലെ സത്യസന്ധനും അതുപോലെ തന്നെ അഴിമതിയില്ലാത്തവനുമായിട്ടുള്ള പന്ന്യൻ രവീന്ദ്രനെ പോലെ ഇത്തരം ആദർശ ശുദ്ധിയുള്ള ഒരു CPI നേതാവ് അപൂർവമാണ്. ഒരു എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിനെ തോൽപ്പിച്ച് CPM ഘടകങ്ങളെല്ലാം CPI ജയിക്കണമെന്ന് അവർക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. അവരുടെ ജോയിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ആറ്റിങ്ങലിലേക്ക് അവർ കേന്ദ്രീകരിച്ചു. എന്നിട്ട് ജോയി ജയിച്ചോ? അതുമില്ല. അങ്ങനെ ഒരു ഫലമാണ് അവിടെ ഉണ്ടായത്. തീർച്ചയായിട്ടും പന്ന്യൻ രവീന്ദ്രൻ ഇക്കാര്യത്തിൽ വളരെ നിരാശനായിരിക്കും. അദ്ദേഹം തന്നെ പറഞ്ഞു നോക്കും, എനിക്ക് എൻ്റെ കുടുംബത്തെ ഇവിടെ കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ പാർട്ടി തരുന്നത് എനിക്ക് 23,000 രൂപയാണ് പ്രതിമാസം പ്രതിഫലമായിട്ട്. പ്രതിഫലമല്ല, അദ്ദേഹത്തിന് ഓണറേറിയമായിട്ട് നൽകുന്നു. അതുകൊണ്ട് എനിക്ക് MP പെൻഷൻ ഉണ്ടാവില്ല അദ്ദേഹത്തിന്. MP പെൻഷൻ, പക്ഷെ അതുകൊണ്ട് ജീവിക്കാൻ പറ്റില്ലെന്ന്. കാര്യങ്ങളൊക്കെ നോക്കാൻ അതുകൊണ്ട് മതിയാവുകയില്ല. പെൻഷനല്ലേ കിട്ടിയിരുന്നതിന്റെ പകുതിയല്ലേ കിട്ടും. അതുകൊണ്ട് അദ്ദേഹത്തിന് പറ്റില്ല, അതുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല. കാരണം സത്യസന്ധന്മാർക്ക് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു സംഗതി, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുകയാണെങ്കിൽ CPM-ന്റെ വലിയേട്ടൻ ഭാവം, CPM-ന്റെ അപ്രമാദിത്വം, CPM-ന്റെ അഹങ്കാരം, തെല്ലിട കുറഞ്ഞു വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കിയ കൂടെ സാർ. പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഭരിക്കുന്നില്ല എന്നുള്ളതാ ഇതിന് കൂടുതൽ രൂക്ഷമായിട്ട് വരും ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം. കാരണം ശബരിമല പ്രശ്നം കൊണ്ടാണെന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു കഴിഞ്ഞ പ്രാവശ്യം. ഈ പ്രാവശ്യം അത് പറ്റില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, വൈകാരിക പ്രശ്നങ്ങളില്ല. അല്ലാതെ തന്നെ വോട്ട് ചോർച്ച ഉണ്ടായിരിക്കുന്നു, മാസ് ബേസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് വളരെ അധികം ഗൗരവമായിട്ട് എടുക്കുമെന്ന് പോളിറ്റ് ബ്യൂറോ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സാർ, CPI-യുടെ നേതാവ് രാജ ഡൽഹിയില് അദ്ദേഹം സീതാറാം
സീതാറാം യെച്ചൂരിയെ കണ്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ നിർത്തിയെടുത്തൊക്കെ തന്നെയും CPM വോട്ട് എങ്ങോട്ട് പോയി എന്ന് സഖാവ് നിങ്ങൾ പരിശോധിക്കണമെന്ന് ഡൽഹിയിൽ നേരിട്ട് കണ്ട് പറഞ്ഞതായിട്ടാണ് വാർത്ത വരുന്നത്. സടകൊഴിഞ്ഞ ഒരു സിംഹമായിട്ട് CPM മാറി. അതുകൊണ്ടാണ് ഇവരൊക്കെ ഈ ധൈര്യം കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇടതുപക്ഷ സിംഹമായി CPI മാറി, CPI മാറിയിട്ടുണ്ട്, CPM മാറി. അല്ല, CPM-ന്റെ സിംഹത്തൊക്കെ പോയി. CPI പക്ഷേ അവർ ചെയ്ത മഹത്തായ ഒരു ത്യാഗമുണ്ട്. കോൺഗ്രസുമായിട്ട് അവർ സഖ്യത്തിൽ പണ്ടായിരുന്നപ്പോൾ EMS നമ്പൂതിരിപ്പാട് പറഞ്ഞത്, ജനതാ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്യം നമ്മളെല്ലാം ഓർക്കേണ്ടതാണ്, ഞങ്ങളുടെ രാഷ്ട്രീയ ലൈൻ ശരിയായിരുന്നു എന്ന് തെളിഞ്ഞു. എന്നിട്ട് ഇപ്പോൾ 360 ഡിഗ്രി എന്തിലേക്കാണ് വന്നിരിക്കുന്നത്? കോൺഗ്രസുമായിട്ട് ചങ്ങാത്തമല്ലായിരുന്നോ? ബംഗാളിൽ അങ്ങനെയല്ലായിരുന്നോ? അപ്പൊ ആ രാഷ്ട്രീയ ലൈൻ ഇപ്പൊ ഇങ്ങനെ കോൺഗ്രസുമായിട്ട് ചങ്ങാത്തമില്ലാത്ത ലൈനായിരുന്നു ശരിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്, EMS നമ്പൂതിരിപ്പാട്. ഇപ്പൊ കോൺഗ്രസുമായിട്ട് ചങ്ങാത്തമായല്ലോ. കേരളത്തിലൊഴികെ ബാക്കി എല്ലായിടത്തും ഇവര് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ചങ്ങാത്തത്തിലല്ലേ? ശിവസേനയുമായിട്ട് ഏറ്റവും വലിയ വർഗീയ കക്ഷിയായിട്ടുള്ള ഉദ്ധവ് താക്കറെയുടെ ശിവസേനയുമായിട്ട് ഒരു ഐക്യത്തിൽ അല്ലേ? അതൊക്കെ എന്ത് കമ്മ്യൂണിസമാണ് അതിലൊക്കെ ഉള്ളത്? വർഗീയ കക്ഷികളുമായിട്ട് വർഗീയതയ്ക്കെതിരെ ഒന്നിച്ച് BJP-യെ തോൽപ്പിക്കാൻ തോന്നുന്നത് ശിവസേനയാണ് കൂട്ടാളിയായിട്ട്. അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ചരിത്രബോധം നമ്മളെ ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യം, ഭത്തിൻഡ കോൺഗ്രസിൽ വെച്ച് ജനതാ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം CPI എന്താണ് ചെയ്തത്? കോൺഗ്രസുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി CPI-കാരൻ രാജിവെച്ചുകൊണ്ട്, സ്വന്തം മന്ത്രിസഭ പോലും രാജിവെച്ചുകൊണ്ട്, അധികാരം പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട്, അങ്ങനെയാണ് ഇടത് ഐക്യം എന്ന് പറയുന്ന ഇടതു മുന്നണി ഉണ്ടാകുന്നത്. അതാണ് അവർ നമ്മൾ ത്യാഗം ചെയ്തു. അതുപോലുള്ള ഒരു ത്യാഗമല്ല ഇപ്പോൾ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ത്യാഗം. ഇപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പില് മധ്യ കേരളത്തിൽ ക്രിസ്ത്യൻ വോട്ട് നഷ്ടമായേക്കും എന്നുള്ള ഉൾഭയം CPM-നെയും മുന്നണിയെയും അലട്ടുന്നതുകൊണ്ടാണ്. ക്രിസ്ത്യൻ വോട്ട് മാത്രമാണെന്നും ധരിക്കരുത്. ശരിക്കും പറഞ്ഞാൽ അവരുടെ പ്രധാനപ്പെട്ട മാസ് ബേസ് പറഞ്ഞ ഈഴവ വോട്ടുകളായിരുന്നു. അത് മുഴുവൻ BJP-ക്ക് പോയി. BJP കൂടുതലും പോയി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ടുണ്ടാകുന്ന ഈ അടിയൊഴുക്കുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അത് വളരെ കാര്യമായിട്ട്. എന്തായാലും സാർ പറഞ്ഞ പോലെ പാണ്ഡൻ നായുടെ പള്ളിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം.